ഹലോ എൻ്റെ പൊന്നു കൂട്ടുകാരെ, സുഖമാണോ? ഇന്ന് അധികം വിശേഷങ്ങൾ പറയാനുണ്ടേ. അപ്പോൾ ഇതാ രാത്രിയിൽ നമ്മുടെ മിതുക്കുട്ടിക്ക് ടാറ്റയും പറഞ്ഞിട്ട് ഇതെങ്ങോട്ടാണ് പോകണമെന്നല്ലേ. അതിനു മുമ്പ് ഇന്ന് നല്ല കുറച്ച് വിശേഷങ്ങളുണ്ട്, അതാദ്യം പറയാം. ഇന്ന് നമ്മുടെ വീടിനടുത്തുള്ള അക്കരെ അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പോൾ ഇതാ നിറപറയും നിലവിളക്കൊക്കെ വെച്ച് ഘോഷയാത്രയെ സ്വീകരിച്ചിട്ടുണ്ട്. വൈകുന്നേരമാണ് ഘോഷയാത്ര നമ്മുടെ വീടിൻ്റെ മുന്നിലൂടെ വന്നത്. ഈ വർഷത്തെ ആദ്യത്തെ ഉത്സവം നമ്മുടെ ശിവഗിരിയിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഞാനിട്ട് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിലൂടെ പോകുന്ന ആദ്യത്തെ ഘോഷയാത്ര ഈ അക്കരെ അമ്പലത്തിലതാണേ. മുമ്പ് നമ്മുടെ വീടിൻ്റെ മുന്നിലൂടെ 3 അമ്പലത്തിൽ ആറാട്ട് പോകുമായിരുന്നു. ഇപ്പോൾ 2 അമ്പലത്തിലേ പോകൂ. ഒന്നിതാ ഈ അക്കരെ അമ്പലത്തിലതാണേ. നമ്മുടെ ജംഗ്ഷനിൽ തകർത്ത് കളിച്ച് അതിൻ്റെ ക്ഷീണം അവരിൽ കാണാനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഭാഗത്തിരുന്ന് വിശ്രമിച്ച് തളർച്ചയെല്ലാം മാറ്റിയിട്ടാണ് എണീറ്റ് പോയത്. ക്ഷീണം മാറ്റി എണീറ്റ് പോകുന്ന അവർ ആദ്യം കളിച്ചതിനേക്കാളും ആവേശത്തിൽ കളിച്ചു പോകുന്ന കണ്ടപ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം തോന്നിയത്. മനുഷ്യരായ ഇങ്ങനെ വേണം അല്ലേ. ഈ കാണുന്ന ദേവീദേവന്മാരുടെ വേഷമൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നേ. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതാ ഈ ചുവപ്പ് ഡ്രസ്സിട്ട കൊച്ചുങ്ങൾ ഭയങ്കര കളിയായിരുന്നു. ഇതാ ഈ കാണുന്ന തേരിലാണ് ദേവീനെ നാട് കാണാൻ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത്. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്, ആറാട്ടെല്ലാം പോയി. അത് കഴിഞ്ഞ് രാത്രി നമ്മൾ വീട്ടിൽ ഇരുന്നപ്പോൾ കുതിര വരുന്ന ശബ്ദം കേട്ടങ്ങനെ ഞാൻ ഓടി വന്ന് വീഡിയോ എടുത്തതാണേ. അപ്പോൾ ഇവിടുന്ന് വർക്കല ബീച്ചിലോട്ട് കുതിരയെ കൊണ്ടുപോകും. അതിനെ തിരിച്ച് കൊണ്ടുപോയതാണ്, ഇവിടെ അടുത്തുള്ള വീട്ടിലതാണേ. അപ്പോൾ ഇതാ നമ്മുടെ മിതുക്കുട്ടിക്ക് ടാറ്റയും പറഞ്ഞിട്ട് നമ്മൾ പോയ സ്ഥലം ദാ അമ്പലത്തിലോട്ടാണ്. അത് ഈ ആറാട്ട് നടന്ന ഘോഷയാത്ര പോയ ആ അമ്പലം അല്ല. ഇവിടെ നിന്നൊരു 3-4 കിലോമീറ്റർ ദൂരെ വലിയവീട്ടി ക്ഷേത്രം എന്ന് പറയുന്നൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ ഭയങ്കര വലിയ ആറാട്ടം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 9:30 മണിയായപ്പോൾ കാണാൻ പോയി. അപ്പോൾ 10 മണിക്ക് ക്ഷേത്രത്തിൽ കയറുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്ഷേത്രം എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ നമുക്ക് ആറാട്ടം എല്ലാം കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എല്ലാം കണ്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് കുറച്ചും കൂടി പോയത് അമ്പലത്തിലോട്ട്. അപ്പോൾ ആ ആറാട്ടിൻ്റെ പുറകെ നമ്മൾ കുറച്ച് ദൂരം പോയപ്പോഴത്തേക്ക് ഭയങ്കര തിരക്ക്, അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ച് ഈ ആറാട്ടെല്ലാം കണ്ടിട്ട് ഇങ്ങ് വീട്ടിലോട്ട് വന്നു കേട്ടോ. വീട്ടിലോട്ട് വരാവുന്ന സമയത്താണെങ്കിലോ നമ്മുടെ ആദ്യക്കുട്ടന് മുറുക്ക് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ മുറുക്കും കൂടി മേടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ വീടെത്തറയപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ദോ അക്കരെ അമ്പലത്തിൽ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ ആറാട്ട് പോയില്ലേ, ആ അമ്പലത്തിൽ ഘോഷയാത്ര കയറുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കൊട്ടൊക്കെ നമുക്ക് ഇവിടെ കേട്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ കയറാതെ നേരെ വിട്ടതാ അക്കരെ ക്ഷേത്രത്തിലോട്ട് പോയി. അപ്പോഴവിടെയും നമ്മൾ ചെന്നതിന് ശേഷമാണ് ആറാട്ടൊക്കെ കയറി വന്നത്. അപ്പോഴിതാ കണ്ട വിളക്കൊക്കെ എടുത്തിട്ട് പെണ്ണുങ്ങൾ നല്ല ഒരുങ്ങി പോകുന്നതാണോ, ഭയങ്കര രസമായിരുന്നു. അതുകൊണ്ട് ഞാനത് വീഡിയോ എടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് നട്ടപ്പാതിരാത്രി അവിടെ നിന്ന് ഒരു ഐസ്ക്രീമും മേടിച്ച് കുടിച്ചുകൊണ്ടാണ് നമ്മൾ വീട്ടിലോട്ട് വന്നതേ. അപ്പോൾ ഇത്രയും ഇന്നലത്തെ വിശേഷങ്ങളായിരുന്നു. ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ അടുത്ത കുറച്ച് വിശേഷങ്ങളായിട്ട് ഞാൻ വരാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂട്ടുകൂടാൻ മറന്നു പോവല്ലേ.